കർഷക സമരത്തിന്റെ നേരനുഭവങ്ങൾ പറഞ്ഞ് വിജയ് കൃഷ്ണൻ. സംവാദം ശ്രദ്ധേയമായി. വടക്കേ ഇന്ത്യയുടെ കാർഷിക ജീവിതത്തിന്റെ മിടിപ്പ് തൊട്ടറിഞ്ഞ് നാട്ടുകാർ വണ്ണാർ വയലിലെ പി കൃഷ്ണൻ നായർ സ്മാരക ഗ്രന്ഥാലയത്തിലെത്തിയ അഖിലേന്ത്യാ കിസാൻ സഭ ജനറൽ സെക്രട്ടറി വിജു കൃഷ്ണനുമായുള്ള സംവാദം ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലായ കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള അനുഭവം പങ്കുവയ്ക്കൽ കൂടിയായി. കാർഷിക സമരങ്ങൾ നടന്ന കരിവെള്ളൂരിന്റെ പാരമ്പര്യം തനിക്ക് അക്കാദമിക് പഠനത്തിന് ശേഷം ജോലി ഉപേക്ഷിച്ച് കർഷകരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ പ്രേരണയായെന്നും അദ്ദേഹം പറഞ്ഞു. ചുട്ടുപൊള്ളുന്ന വെയിലത്ത് ലോങ് മാർച്ചിൽ പങ്കെടുത്ത കർഷകർക്ക് പലർക്കും ചെരുപ്പുകളില്ലായിരുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. അത്രമേൽ ദാരിദ്ര്യം നിറഞ്ഞ ജീവിതമാണ് കർഷകർക്കുള്ളത്. റോഡ് അത്രക്ക് മോശം, ടാറ് നിങ്ങൾക്ക് എങ്ങനെ വരുന്നാലും കാണാൻ കഴിയില്ല. ഈ ധറാലിയിൽ എത്തണമെങ്കിൽ ഈ 8 മണിക്കൂർ യാത്ര ചെയ്ത് ബേസിൽ അന്ന് രാത്രി അവിടെ തങ്ങിയിട്ട് അടുത്ത ദിവസം രാവിലെ 6 മണിക്ക് പിന്നെ ജീപ്പുമായിട്ട് ഒരു 9:30 ആകുമ്പോൾ ഒരു ഹൈറ്റിൽ എത്തണം. ആ 9:30 അവിടുന്ന് പിന്നെ 4 കിലോമീറ്റർ നടക്കണം. നടന്നു കഴിഞ്ഞ് ആ ഗ്രാമത്തിൽ എത്തുമ്പോൾ അവിടെ ആൾക്കാരുണ്ട്, ഇതിനേക്കാളും ആൾക്കാരുണ്ടാവും. പക്ഷെ നമ്മൾക്ക് പറ്റുന്നത് എന്താണെന്നത് നമ്മൾക്ക് എല്ലാ ദിവസവും അവരെടുത്ത് പോകാനും അവരുടെ വിഷയങ്ങളിൽ ഇടപെടാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ. ഭൂപരിഷ്കരണം നടപ്പിൽ വരാത്തതാണ് വടക്കേ ഇന്ത്യയിൽ കർഷകരുടെ ദുരിത ജീവിതത്തിന് അടിസ്ഥാന കാരണമെന്ന് അദ്ദേഹം പറഞ്ഞു. ലോങ് മാർച്ച് വിജയമായിരുന്നുവെന്ന് വിജു കൃഷ്ണൻ പറഞ്ഞു. 3 പ്രധാന ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടു. എങ്കിലും ഇപ്പോഴത് മറ്റൊരു രൂപത്തിൽ നടപ്പാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. വടക്കേ ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പോഷകാഹാരക്കുറവ് കൊണ്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ മരിക്കുന്നുണ്ട്. കർഷകർക്ക് ഭൂമി ലഭിക്കുന്നതിനായുള്ള പോരാട്ടം ഇനിയും തുടരുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗ്രന്ഥാലയ കമ്മിറ്റി പ്രസിഡന്റ് പി പത്മനാഭൻ അധ്യക്ഷനായി. മുൻ MLA കെ കുഞ്ഞിരാമൻ, പഞ്ചായത്ത് അംഗം TV കരിയൻ, ഡോക്ടർ C ബാലൻ, രമ രാമകൃഷ്ണൻ, അനിൽ പുളിക്കാൽ, മാടിക്കാൽ നാരായണൻ, EP ശ്രീധരൻ നമ്പ്യാർ, V സുരേന്ദ്രൻ, കേളോത്ത് എന്നിവർ സംസാരിച്ചു. ഗ്രന്ഥാലയത്തിലെ പുസ്തകനിധിയിലേക്ക് അമേരിക്കൻ വ്യവസായി VV ജയൻ പയ്യന്നൂർ, A വേലായുധൻ മടിക്കി എന്നിവർ പുസ്തകങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.